പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഡിസംബർ 14 ഞായർ, യൗസേപ്പിനുണ്ടായതായ വെളിപ്പാടിന്റെ ഞായറാഴ്ചയായിട്ട് ഇന്ന് നാം അനുസ്മരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 25 വരെയാണല്ലോ യൗസേപ്പിന് വെളിപാട് ഉണ്ടാകുന്നത്. ഇന്ന് നാം ധ്യാനിക്കുന്നത് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നുള്ളത്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപനവും ഏറ്റവും വലിയ സ്വാന്തനവുമാണിത്. ലോകം മനുഷ്യനെ അന്വേഷിച്ചില്ല, പക്ഷെ ദൈവം മനുഷ്യനെ അന്വേഷിച്ചു. മനുഷ്യൻ ദൈവത്തെ തേടിപ്പോരുന്നില്ല ഇടത്തേക്ക് ദൈവം ഇറങ്ങി വരിക. ഇമ്മാനുവേൽ ദൈവത്തിന്റെ നിത്യ സാന്നിധ്യത്തിന്റെ വാഗ്ദാനമാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കും. ഈ പേര് വെറും ഒരു വിശ്വാസ വാക്കല്ല, അതൊരു അനുഭവമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ദൈവം ദൂരെ നിന്നുള്ളതായ നിരീക്ഷകനല്ല, ദൈവം നമ്മുടെ ദിനചര്യയുടെ നടുവിൽ സജീവമായി ഇടപെടുന്ന ഒരു പിതാവ്. അവൻ നമ്മോടുകൂടെ നമ്മുടെ സന്തോഷത്തിൽ, നമ്മുടെ പോരാട്ടങ്ങളിൽ, നമ്മുടെ കണ്ണുനീരിൻ്റെ ഇടങ്ങളിൽ, നമ്മുടെ ഭാവിയിൽ എല്ലാം നമ്മോടൊപ്പമായിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യൗസേപ്പിന്റെ അനുസരണവും കൂടെ. ദൈവത്തോടുകൂടെ നടക്കുവാനായിട്ട് അവൻ പ്രത്യേകമായിട്ട് അവനെ തന്നെ ഒരുക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യൗസേപ്പ് എഴുന്നേറ്റു, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. ഇന്നത്തെ തലമുറയ്ക്ക്, കുടുംബങ്ങൾക്ക്, സഭയ്ക്ക്, സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ളതായ കാര്യം ഇതാണ്: ദൈവം പറയുന്നത് ചെയ്യുന്നവരാകുക. യൗസേപ്പിന്റെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്, ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. സമൂഹത്തിന്റെ വിമർശനം, ഭാവിയുടെ അനിശ്ചിതത്വം, ഇതൊക്കെ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ. എങ്കിലും അവൻ ദൈവത്തോടു കൂടെ നടക്കുക. ദൈവം നമ്മോടുകൂടെ എന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തോടു കൂടെ നടക്കാതെ ഇരിപ്പാൻ കഴിയുകയില്ലല്ലോ. ദൈവം നമ്മോടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഭയം മാറ്റപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 20-ൽ ദൂതൻ യൗസേപ്പിനോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട. ദൈവ സാന്നിധ്യത്തിന്റെ ആദ്യത്തെ ഫലം ഇതാണ്: ഭയം പോയി സമാധാനം കടന്നു വരുന്നു. ജീവിതം നമ്മെ കുരുക്കുമ്പോൾ, പ്രശ്നങ്ങൾ നമ്മെ ഭീഷണിപ്പെടുത്തുമ്പോൾ, അനിശ്ചിതത്വം നമ്മെ നിയന്ത്രിക്കുമ്പോൾ ദൈവം പറയുന്നു, മകനെ, മകളെ, ഞാൻ നിന്നോടുകൂടെ. ദൈവം കൂടെയുള്ളവൻ ഒറ്റപ്പെട്ടവനല്ലല്ലോ, ഭീരുവല്ലല്ലോ, തകർന്നു പോകുന്നവനും അല്ലല്ലോ. ദൈവം നമ്മോടുകൂടെ ആയതിനാൽ നാം ദൈവത്തോടു കൂടെ ആയിരിക്കേണ്ടതുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ എന്നത് ഒരു വാഗ്ദാനമാണ്. അതിനോട് പ്രതികരിച്ച് ദൈവത്തോടുകൂടെ നടക്കുക എന്നത് നമ്മുടെ തീരുമാനവും പ്രവർത്തനവുമാണ്. ദൈവത്തോടുകൂടെ നടത്തം ഉണ്ടാകുമ്പോൾ നാം അവൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്നു, അവൻ്റെ വഴികളിൽ പിന്തുടരുകയാണ്, അവൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ജീവിതം തന്നെ ഒരു ദൈവിക ദൗത്യം, അതിൻ്റെ പൂർത്തീകരണമായി മാറുകയാണ്. ദൈവം നമ്മോടുകൂടെ ആയിരിക്കുന്നുവെന്ന സത്യത്തിൽ ആനന്ദിക്കുക മാത്രമല്ല, ദൈവത്തോടു കൂടെ ജീവിക്കുവാൻ നാം തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ആ സത്യത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരുന്നത്. ഇമ്മാനുവേൽ എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടായിരിക്കണം. യേശു ജനിച്ച ബേത്ലഹേമിൽ മാത്രം ഇമ്മാനുവേൽ ആയിരുന്നില്ല. അവൻ നമ്മുടെ ഭവനങ്ങളിലും, നമ്മുടെ ജീവിതത്തിലും, നമ്മുടെ പ്രാർത്ഥനകളിലും, നമ്മുടെ ഭാവിയിലും ഒരുപോലെ സജീവമായി ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് നമ്മെ അനുവദിക്കുകയാണ്.
ഇതൊരു കാലാവധിയുള്ള വാഗ്ദാനമല്ല, എന്നേക്കുമുള്ളതായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. യേശുവിൻ്റെ ജനനം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു മഹത്വം ഇതാണ്. ദൈവം നമ്മോടുകൂടെ ആയിരിക്കുവാൻ ഇറങ്ങി വന്നു. ഇപ്പോൾ നാം ദൈവത്തോടുകൂടെ നടക്കാനുള്ള ജീവിതം തിരഞ്ഞെടുക്കുക. ഒരു വാക്യം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ദൈവം നമ്മോട് കൂടെ ഉള്ളത് ആനന്ദമാണ്. അതുകൊണ്ട് നാം ദൈവത്തോടുകൂടെ ആയിരിക്കുന്ന ജീവിതം നാം നയിക്കേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥിക്കാം. കരുണാമയനായ സ്വർഗീയ പിതാവേ, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന മഹത് വാഗ്ദാനം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. യൗസേഫിനെ പോലെ ദൈവത്തിൻ്റെ വാക്കനുസരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭയവും ആശങ്കയും നീക്കി നിന്റെ സാന്നിധ്യത്തിൽ ഉറച്ചു നടക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ നിനക്കൊപ്പവും നീ ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.